വികസനം എന്ന് പറയുന്നത് ആത്യന്തികമായി അടിസ്ഥാനപരമായി ആ നിയോജക മണ്ഡലത്തിലെ സാധാരണക്കാരും ഇടത്തരക്കാരുമായ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന എന്ത് പദ്ധതികൾ ആ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കി എന്നാണ് നമ്മൾ ആദ്യം വിലയിരുത്തുന്നത്. അങ്ങനെ വിലയിരുത്തുമ്പോൾ ഈ പറയുന്ന മുഹമ്മദ് റിയാസിന് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഒന്നും വേണ്ട, നിങ്ങൾ ആരോഗ്യരംഗം ഓരോന്നോരോന്നെടുത്ത് പരിശോധിച്ചാൽ, ഞാൻ ചുരുക്കി 5 മിനിറ്റ് പറയാണ്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന മേഖല എന്ന് പറഞ്ഞ ആരോഗ്യരംഗം നമുക്കറിയാം. പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ഒന്ന് പോയി വന്നാലുള്ള സാമ്പത്തിക ചെലവ് എത്രത്തോളമാണ് എന്ന് 10 കൊല്ലം മുമ്പ് എത്രയായിരുന്നു, അതിൻ്റെ 10 ഇരട്ടിയാണ് ഇന്ന് നമുക്കറിയാം. സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ പ്രൈവറ്റ് ആരോഗ്യ രംഗം അതിൻ്റെ റേറ്റുകളും മറ്റു സംവിധാനങ്ങളും കുതിച്ചു കയറി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ജനങ്ങൾക്ക് ആകെ ഒന്നാം ഘട്ടത്തിൽ ആശ്രയിക്കാനുള്ളത് സർക്കാർ ആശുപത്രിയാണ്. അതിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ആശുപത്രി എന്ന് പറയുന്നത് ഇവിടുത്തെ താലൂക്ക് ആശുപത്രിയാണ്. ഒരു താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ നിങ്ങൾക്കറിയാം, പോയവർക്കറിയും. ഞാനിപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ അടുത്തുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും സൗകര്യങ്ങൾ കുറഞ്ഞ, ഡോക്ടർമാരുടെ എണ്ണത്തിൽ കുറവുള്ള, കൃത്യമായ അഡ്മിറ്റ് ഇല്ലാത്ത, ഒരു എക്സ്റേ മെഷീൻ പോലും ഇല്ലാത്ത ഒരു എന്താ പറയുക ഹെൽത്ത് സെന്റർ. കിഫ്ബി വഴി എല്ലാ സ്ഥലങ്ങളിലും കെട്ടിടങ്ങൾ കെട്ടി. അതിന്റെ ഭാഗമായി ഇവിടെ 23 കോടി രൂപ ചെലവാക്കിയിട്ട് കെട്ടിയ കെട്ടിടം എന്നാണ് പറയുന്നത്. നമ്മളത് അറിയാൻ വേണ്ടി ഒരു വിവരാവകാശം കൊടുത്തിട്ടുണ്ട്. 6 മാസം മുമ്പാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഒരു പൂച്ചക്ക് പോലും അവിടെ കയറി ഒരു ചികിത്സ കൊടുക്കാൻ ഇന്ന് ഈ നിമിഷം വരെ ഈ മന്ത്രിയുള്ള ഈ മണ്ഡലത്തിൽ ഒരു 5 ഡോക്ടർമാരെയും അതിൻ്റെ പാരാമെഡിക്കൽ സ്റ്റാഫിനെയും വെച്ച് അവിടെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു നടപടി പോലും സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇത് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ മനസാക്ഷി എവിടെയാണ് എന്ന് അന്വേഷിച്ചാൽ മതി. മറ്റുള്ള ഹെൽത്ത് സെന്ററുകൾ ഒരു സ്ഥലത്ത് പോലും കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമില്ല. എനിക്ക് മന്ത്രിയെ വെല്ലുവിളിക്കാൻ കഴിയും. കാരണം ഇതേപോലെ ഒരു MLA ആയി ആ മന്ത്രിയൊന്നും ആയിട്ടില്ല, വന്നതാണ് നിലമ്പൂരിൽ നിന്ന്. അവിടുത്തെ 7 ഹെൽത്ത് സെന്റർ, 7 പഞ്ചായത്തിലെ 7 ഹെൽത്ത് സെന്ററിലും വൈകുന്നേരം വരെ 4 ഡോക്ടർമാരുടെ സേവനമില്ലാത്ത ഒരു ആശുപത്രിയില്ല. അവിടുത്തെ ഒരു CHC എന്ന് പറഞ്ഞാൽ താലൂക്ക് ആശുപത്രിൻ്റെയും താഴെ നിൽക്കുന്ന ആശുപത്രിയാണ് CHC, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഞാൻ MLA 16-ലായി 17-ൽ ഒരുപാട് വൃക്കരോഗികളുള്ള നാടാണ് നിലമ്പൂർ. ഇവിടെ ഉണ്ടാവും ഇഷ്ടം പോലെ വൃക്കരോഗികൾക്ക്. ആകെ ചികിത്സിക്കാൻ അവിടുത്തെ പേരിനുണ്ടായിരുന്ന ജില്ലാ ആശുപത്രിയിലെ ഒരു 3 ഡയാലിസിസ് മെഷീനാണ് 2016-ൽ ഞാൻ MLA ആയി പോകുമ്പോൾ. കേരളത്തിൽ ആദ്യമായിട്ടൊരു CHCയിൽ പ്രൈവറ്റായിട്ട് ഡയാലിസിസ് സെന്റർ തുടങ്ങിയത് 17-ൽ ഞാൻ MLA ആയി നിൽക്കുമ്പോഴാണ്. 16 മെഷീന്. ആദ്യം ഒരു മെഷീൻ ഞാൻ വാങ്ങിക്കൊടുത്തു. പിന്നെ നമ്മുടെ സുഹൃത്തുക്കള്, ബന്ധുക്കള്, ഈ പറയുന്ന വ്യാപാരികള്, പ്രവാസികള്, എല്ലാവരെയും, സാമ്പത്തിക ശേഷിയുള്ള ആളുകളെ നേരിൽ പോയി കണ്ട് ഈ അവസ്ഥാവിശേഷം അവരോട് പറഞ്ഞ് മനസ്സിലാക്കി 16 മെഷീൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു CHCയിൽ ഇന്ന് 32 മെഷീനുണ്ട്. ആ ഒറ്റ CHCയിൽ സർക്കാരിന് ഒരു പൈസക്ക് ചെലവില്ല. ഒരു വർഷത്തിൽ ഞങ്ങളൊരു പിരിവെടുക്കും, എല്ലാ വീടുകളിലും കവർ കൊടുത്തുകൊണ്ട്. എല്ലാ തദ്ദേശ ഭരണ 7 പഞ്ചായത്തുകളിൽ നിന്നും 5 ലക്ഷവും 10 ലക്ഷവും അവരുടെ ഓൺ ഫണ്ടിൽ നിന്ന് ഈ CHCയിൽ ഈ വരുന്ന രോഗികൾക്ക് മരുന്ന് വാങ്ങാനായിട്ട് ഒരു 10-60 ലക്ഷം അങ്ങനെ കിട്ടും. ജനങ്ങളുടെ അടുത്ത് നിന്ന് ഈ കവർ വെച്ചിട്ട് 100 രൂപയും 200 രൂപയും 500 രൂപയും 1000 രൂപയായിട്ട് ഒരു 1 കോടി രൂപയെങ്കിലും ആവറേജ് ഒരു കൊല്ലത്തിൽ ഈ CHCക്ക് പിരിക്കും. 3 ഷിഫ്റ്റ് അവിടെ വർക്ക് ചെയ്യുന്നു. ഇത് സാധ്യമാകുന്ന കാര്യമാണ്. 3 ഡയാലിസിസ് മെഷീൻ ഉണ്ടായിരുന്ന ജില്ലാ ആശുപത്രിയിൽ ഇന്ന് 39 മെഷീൻ ഉണ്ട്. അറിയാം നമുക്ക്, 39 മെഷീൻ. എല്ലാ CHCകളിലും നമ്മൾ ലാബ് തുടങ്ങി. MLA ഫണ്ടിന്റെ ഒരു വലിയ ശതമാനം ഫണ്ട് ഞാൻ ചെലവഴിച്ചത് ഇങ്ങനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളാണ്. കാരണം മനുഷ്യന് ഒരു ഗതിയില്ലാതെ നടക്കുക. 5 റുപ്യന്റെ വരുമാനമുള്ള ഒരു ഏർപ്പാടില്ല. ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വേറൊരു മാർഗമില്ല.
ആ സ്ഥിതിക്ക് ഇവിടെ ആരോഗ്യ രംഗത്ത് എന്താണ് മുഹമ്മദ് റിയാസ് നടപ്പിലാക്കിയത് എന്ന് നമ്മൾ ചോദിക്കും, ഉത്തരം പറയേണ്ടി വരും. പിന്നെ വരുന്നത് നമ്മുടെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ്, ഭിന്നശേഷി കുട്ടികൾ. ഈ മുനിസിപ്പാലിറ്റിയിൽ ഇത്ര മക്കളുണ്ടാവും? നിലമ്പൂരിലെ എല്ലാ പഞ്ചായത്തിലും നമ്മൾ ബഡ്സ് സ്കൂളുകൾ തുടങ്ങി. ഒരു വീട്ടിൽ ഈ പറയുന്ന ഒരു ഭിന്നശേഷിയായ കുട്ടി ഉണ്ടെങ്കിൽ ആ ഉമ്മാനെ സംബന്ധിച്ച് ഓൾക്ക് ജീവിതത്തിൽ പിന്നെ ഒന്നിനും കഴിയില്ല. 16 ഞാൻ വോട്ട് ചോദിച്ചു പോയ ഒരു വീട്ടിൽ ഇതേപോലെ ഒരു കുട്ടിയുണ്ട്. അപ്പൊ അവിടുന്ന് ആ അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒന്നര മോനെ, ഞാൻ ഈ ഗേറ്റ് കടന്നിട്ട് 17 കൊല്ലായി. ആ ഗേറ്റ് വീട്ടിന്റെ മുറ്റത്തുനിന്ന് ആ ഗേറ്റ് കടന്നു പോയിട്ട്. അപ്പം ഒരു 50% മേലെ ഭിന്നശേഷിയായ ഒരു കുട്ടിയുള്ള വീട്ടിലെ അവസ്ഥകൾ. ഒരൊറ്റ ഭിന്നശേഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്സ് സ്കൂൾ ഇവിടെ ഒരു സ്ഥലത്തും തുടങ്ങിയതായിട്ട് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ കണ്ടിട്ടില്ല. നമ്മൾ പണം ചെലവഴിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. എന്താ പറയുക, ഒരു ഫോൺ കോൾ കൊണ്ട് ഈ മുഹമ്മദ് റിയാസിന് പരിഹരിക്കാവുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്. മുഖ്യമന്ത്രിക്ക് തുല്യനാണല്ലോ. ഒരാൾക്കൊരു ആശ്വാസം നൽകിയിട്ടില്ല. വിദ്യാഭ്യാസ രംഗം നിങ്ങൾ ആലോചിച്ചു, ഒരു സർക്കാർ കോളേജ് ഇല്ലാത്തൊരു നിയോജക മണ്ഡലം. ഞാൻ അന്തം വിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ എയ്ഡഡ് കോളേജുകളും പ്രൈവറ്റ് കോളേജുകളിലും പാരലൽ കോളേജുകളിലും പോയിട്ട് മാത്രം കുട്ടികൾ പഠിക്കണം. 40-45 കൊല്ലമായിട്ട് ഇവരുടെ കയ്യിലുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മരുമകൻ 1,60,000 കോടി രൂപ ഈ ഗവൺമെന്റ് കിഫ്ബി വഴി ചെലവഴിച്ചു എന്ന് ഈ നിയമസഭയിൽ വെച്ച് കണക്കാ. 1,60,000 കോടി റുപ്യ. ഒരു 5 കോടി റുപ്യ ഉണ്ടെങ്കിൽ ഇവിടെ കോളേജ് ഉണ്ടാക്കാം. ഈ കണ്ടു കാണപ്പെട്ട ഈ ഹെൽത്ത് സെന്ററുകളിലേക്ക് ഓരോ കോടി റുപ്യ അനുവദിച്ചാൽ ഒരു 10 കോടി റുപ്യക്ക് ആകെ ചെലവാക്കിയാൽ ഈ PHCകളും ഈ ഡിസ്പെൻസറികളൊക്കെ മനുഷ്യർക്ക് ഉപകാരപ്രദമാക്കാം. ഒരു റുപ്യ ചെലവാക്കി 25 കോടി റുപ്യയാണ് ബേപ്പൂർ ഫെസ്റ്റ് എന്ന് പറയുന്ന പൂരത്തിന് ഈ ചങ്ങാതിമാര് ചെലവഴിക്കുന്നത്. കണ്ണൂച്ചോര എന്ന് പറഞ്ഞ സ്ഥാനം മനുഷ്യന് വേണം. മനുഷ്യനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. ഇവരെ കാണുമ്പോൾ അവരുടെ ഇടങ്ങേറ് കാണുമ്പോൾ നമുക്കൊരു ഉൾവിളി വരണം. പഠിച്ചോനെ എങ്ങനെയാ അവരെ സഹായിക്കാൻ? അങ്ങനെ ഒരു ഉൾവിളി വന്നതായിട്ട് ഇവിടെ ഈ നാട് മുഴുവൻ നടന്നു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും.